പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയാണ്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. തൽക്കാലം സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അതിനിടെ പാലക്കാട് കൃഷ്ണകുമാറും എതിർപക്ഷവും പരസ്യമായ വിഴുപ്പലക്കൽ കൂടി തുടങ്ങിയിരിക്കുക. വിഭാഗീയതയുടെ കൊടുങ്കാറ്റിൽ പാലക്കാട്ടെ ബി.ജെ.പി കോട്ട തകർന്നു. സി കൃഷ്ണകുമാറിന്റെ പരാജയത്തെ സംബന്ധിച്ച ബി.ജെ.പി നേതാക്കളുടെ പൊതു വിലയിരുത്തലാണിത്. എന്നാൽ ഉത്തരവാദി ആരാണെന്ന കാര്യത്തിൽ പരസ്പരം പഴിചാരുകയാണ് നേതാക്കൾ. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയെയും സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിനെയും രാജ്യസന്നദ്ധത അറിയിച്ചു. വാർത്തയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സുരേന്ദ്രൻ ഇക്കാര്യം നിഷേധിച്ചതുമില്ല. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെ സംസ്ഥാന നേതൃത്വത്തിനും കൃഷ്ണകുമാറിനും എതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്തെത്തി. അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമായിട്ടായിരുന്നു. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സ്ഥാനാർത്ഥി എല്ലാ ഭാഗത്തും ഒരേ സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അത് വലിയൊരു വിഷമമായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. തോൽവിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിനും സി കൃഷ്ണകുമാറിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ഉന്നയിച്ചത്. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? ചുമതല ഉണ്ടായിരുന്ന ആളല്ലേ അയാളുടെ ഉത്തരവാദിത്തമല്ലേ ഇത് ചലിപ്പിക്കുന്നത്. അയാൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അയാൾ സാധനം രാജിവെക്കണം. എന്നാൽ ഇരുവരെയും തള്ളുകയാണ് കൃഷ്ണകുമാർ ചെയ്തത്. ശിവരാജേട്ടൻ അങ്ങനെ പറയുന്നത് വിചാരില്ല. ശിവരാജേട്ടൻ 8 തവണയായി മത്സരിക്കുന്നു നഗരസഭയിലേക്ക്. ഞാൻ 4 തവണയും മത്സരിച്ചിട്ടുള്ളൂ നഗരസഭയിലേക്ക്. 8 തവണ മത്സരിച്ചിട്ടുണ്ട് ശിവരാജേട്ടൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആ ശിവരാജേട്ടനെ 50 വർഷം കൗൺസിലറായി മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ സീനിയർ നേതാവാണ്. ഞാൻ അഫിഡവിറ്റ് ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അഫിഡവിറ്റ് ഇലക്ഷൻ അഫിഡവിറ്റ് 19, 21, 24 ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ്. അദ്ദേഹം ഈ കുറച്ച് ടെക്നോളജിയിൽ പുറകിലാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാനത് പറഞ്ഞു കൊടുക്കാം. പാലക്കാട് പാലം വലിച്ചത് ശോഭാ സുരേന്ദ്രൻ ആണെന്ന ആരോപണങ്ങളെ സുരേന്ദ്രൻ പക്ഷം തള്ളിക്കളയുന്നു. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് പാവം അവർ ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ. ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല. കൃഷ്ണകുമാറിനെ വീഴ്ത്തിയത് ഇതുവരെ മുന്നിൽ നിന്ന് നയിച്ച വി മുരളീധരൻ ആണെന്ന ആക്ഷേപമാണ് കെ സുരേന്ദ്രൻ പക്ഷം ഉയർത്തുന്നത്. നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായി തിരിച്ചുവരാൻ നടത്തിയ നീക്കമെന്നാണ് ആക്ഷേപം. ഇത് മുന്നിൽ കണ്ടാണ് രാജ്യസന്നദ്ധത കേന്ദ്രത്തെ അറിയിച്ച സുരേന്ദ്രന്റെ മറുതന്ത്രം. പാലക്കാട് തോൽവിയുടെ കാരണം തന്നോട് ചോദിക്കേണ്ടെന്ന മുരളീധരന്റെ വാക്കുകൾക്ക് സുരേന്ദ്രൻ നൽകുന്ന മറുപടിയും പ്രസക്തമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തുണ്ടായിട്ടും ആരോപണങ്ങളോട് പ്രതികരിക്കാൻ മുരളീധരൻ തയ്യാറായതുമില്ല. പുതിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറുകയാണ്. സുരേന്ദ്രനെതിരെ നീങ്ങിയാൽ മുരളീധരനൊപ്പം നിൽക്കാനാണ് MD രമേശ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ സുരേന്ദ്രനൊപ്പമാകും ശോഭാ സുരേന്ദ്രൻ. അതായത് പാലക്കാട് തോൽവി പാർട്ടിയിലെ ചേരിപ്പോരിന് മാത്രമല്ല പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും വഴിയൊരുക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.